ഐഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ വേനൽക്കാലത്തിന് ഏകദേശം ശമനമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾക്ക് വേനൽ മഴ ഇപ്പോൾ ധാരാളമായി കിട്ടുന്നുണ്ട്. ഇതൊരു വേനൽ മഴയാണെങ്കിലും ശരിക്കും ഒരു കാലവർഷം വന്നതുപോലെയാണ്. ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ അന്തരീക്ഷമൊക്കെ മാറി നല്ലൊരു തണുപ്പും കാറ്റും മഴയും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മളുടെ കേരളം എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് സന്തോഷം തരുന്ന കാലം തന്നെയാണ്. ഒരു പക്ഷേ കോസ്റ്റൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന തീരദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യവുമാണ്. അതും നമ്മൾ പറയണം. കാര്യം കടൽക്ഷോഭം അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർക്ക് വീട് മാറി താമസിക്കേണ്ടത് ഒക്കെ ശരിയാണ്. അതും നമ്മൾ മനസ്സിൽ കാണേണ്ട കാര്യമാണ്. എങ്കിലും ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് അല്ലേ. കൂടുതലും വേണ്ട, കുറവും വേണ്ട. പക്ഷേ എക്സ്ട്രീംസ് അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ അത് വളരെ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. എന്തായാലും മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്ന വിഭവങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ മാജിക് അവനിൽ തയ്യാറാക്കിയതും നമ്മൾ എല്ലാവരും കഴിച്ചതും വീടുകളിൽ കൂടുതലായിട്ട് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഉണ്ടാക്കുന്നതുമെല്ലാം ശീതളപാനീയങ്ങൾ, പലതരം മിൽക്ക് ഷേക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ, സ്മൂത്തീസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ധാരാളം വെള്ളം കുടിക്കേണ്ട സമയമാണല്ലോ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഈ എന്താ പറയുക, മഴക്കാലത്തിന് പറ്റിയ വിഭവങ്ങൾ നല്ല ചൂടായിട്ട് കഴിക്കാൻ കഞ്ഞിയും, നല്ല ചൂട് കഞ്ഞിയും അതിൻ്റെ കൂടെ ഒരു ചുട്ടരച്ച ചമ്മന്തി അങ്ങനെയുള്ളൊരു എന്താ പറയുക വിഭവങ്ങളിലേക്ക് പോകുന്നതായിരിക്കും സന്തോഷം. എന്തായാലും മാജിക് അവനിലും നമ്മളൊരു വ്യത്യസ്തമായ ഒരു നാടൻ വിഭവത്തിലേക്ക് പോവുകയാണ്. ഇതും നല്ല മഴക്കാലത്തിന് പറ്റിയതാണ്. കാര്യം നല്ല സ്പൈസി ആയിട്ട് നല്ല എന്താ പറയുക എരിവുള്ളൊരു വിഭവമാണ്. നല്ല ചൂടോട് കൂടി കഴിച്ചാൽ ഏറ്റവും സ്വാദായിരിക്കും. പുറത്തൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ അതിഗംഭീരം. ഇനി മഴ ഇല്ലയെന്ന് തന്നെ വിചാരിക്കും. എങ്കിലും മഴക്കാലം കഴിഞ്ഞിട്ട് നിറച്ച് വെള്ളവും പച്ചപ്പുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഔട്ട്ഡോർ പിക്നിക്കിന് പോവുകയാണെങ്കിലും പുറത്ത് നമുക്ക് അടുപ്പ് കൂട്ടി ചെയ്യാൻ പറ്റിയ ഒരു വിഭവം കൂടിയായിരിക്കും. അപ്പോൾ നമ്മളൊരു വാഴയിലേക്ക് അങ്ങോട്ട് മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ വിഭവം അങ്ങോട്ട് പകർന്ന് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത് മറ്റൊരു സ്വാദായിരിക്കും. അപ്പോൾ വളരെ നൊസ്റ്റാൾജിയ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും ഇത്രയൊക്കെ ഞാൻ ആമുഖം പറഞ്ഞല്ലോ. എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കപ്പ. അപ്പോൾ കപ്പ കൊണ്ടും ഉണ്ട്. അപ്പോൾ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് തന്നെ കപ്പയും ഇറച്ചിയും കൂടി ചേർത്ത് വരുന്നതാണ്. ഇതും കപ്പയും ഇറച്ചിയും ചേർന്ന് വരുന്നതാണ്. പക്ഷേ ഇത് ബിരിയാണിയൊന്നുമല്ല. ഇത് വ്യത്യസ്തമായൊരു കാര്യം. ഇതിൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ചമ്പ എന്നാണ്. അപ്പോൾ ചിക്കൻ ചമ്പയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചിക്കൻ ചമ്പ എന്താണ് ഈ ചിക്കൻ ചമ്പ? ചിക്കൻ ചമ്പ എന്ന് പറഞ്ഞാൽ ചിക്കനും കപ്പയും കൂടി ചേർന്ന് വരുന്ന ഒരു വിഭവം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ തയ്യാറാക്കാം, അതോടൊപ്പം കപ്പയും തയ്യാറാക്കാം. എന്നിട്ട് ഈ ചമ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ചിക്കൻ ചമ്പ തയ്യാറാക്കി തുടങ്ങാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പ 1.5 കിലോ തൊലി കളഞ്ഞ് കൊത്തിയെടുത്തത്, നാടൻ കോഴി 1 ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, ചെറിയ ഉള്ളി 250 ഗ്രാം കഷ്ണങ്ങളായി മുറിച്ചത്, വറ്റൽമുളക് 30-35 എണ്ണം ചെറുതായി നുറുക്കിയെടുത്തത്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1 മുതൽ 1.5 കപ്പ് വരെ ആകാം, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ചമ്പയ്ക്ക് എന്തൊക്കെ വേണ്ടത്? വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഔട്ട്ഡോർ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഒരു അടുപ്പ് കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എത്ര ചേരുവകൾ വേണം? വളരെ കുറച്ച് മതി. അപ്പോൾ നാടൻ കോഴിയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നാടൻ കോഴി എപ്പോഴും കിട്ടണമെന്നില്ല, കിട്ടിയാൽ അതായിരിക്കും നല്ലത്. കുറച്ച് വേഗം സമയമെടുക്കുമെങ്കിലും സ്വാദ് നാടൻ കോഴിക്ക് തന്നെയാണ്. അപ്പോൾ എനിക്കെന്തോ ഭാഗ്യത്തിന് ഒരു നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് കോഴിയാണ്, 1.5 കിലോയ്ക്കകത്തുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഏതാണ്ട് ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചത്. അപ്പോൾ നാടൻ കോഴിയാകുമ്പോൾ കുറച്ച് ഫാറ്റൊക്കെ ഉണ്ടാവും, അതിന് കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ, അത് അതിന് സ്വാദാണ്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ നല്ല എല്ലിനൊക്കെ നല്ല കട്ടിയാണ്, നല്ല ഉറപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ 2-3 കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അളവ് പറഞ്ഞത്. അതിലൊരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു അരയും ഇച്ചിരി കൂടെ നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇതിൽ ചേർക്കാം. ബാക്കി 1/2 ടീസ്പൂൺ ഇരിക്കട്ടെ, നമുക്ക് കപ്പയുടെ കൂടെ ചേർക്കാം. ഇനി എന്താ വേണ്ടേ? ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. നുറുക്കിയിടുക, കൈ കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു സിസേഴ്സോ കത്തിയോ കൊണ്ടായാലും മതി. എന്തായാലും അതിൻ്റെ അരിയോടുകൂടി എടുക്കുക. അപ്പോൾ എരിവ് നിയന്ത്രിക്കുന്നത് ഈ മുളകാണ്. അപ്പോൾ ഇതൊരു 35 മുളക് എടുക്കുകയാണെങ്കിൽ നല്ല എരിവായിരിക്കും, നല്ല സ്പൈസി ആയിരിക്കും. 30 ആണെങ്കിൽ ഒരു അത്രയും എരിവുണ്ടാവില്ല, അതിനെക്കാട്ടിൽ കുറഞ്ഞാൽ കുറച്ച് വളരെ എരിവ് കുറവായിരിക്കും. അപ്പോൾ എത്ര വേണമെന്ന് തീരുമാനിക്കാം. നല്ല സ്പൈസി നല്ല എരിവുള്ളൊരു ചിക്കൻ ചമ്പാണ് വേണ്ടതെങ്കിൽ നല്ലതായിട്ടൊരു 35 മുളക് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു 35 മുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരിയോടുകൂടി, ഇത് പിരിയൻ മുളകല്ല, ഒറിജിനൽ മുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളക്. അതിനോടൊപ്പം ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളി ഏകദേശം
250 ഗ്രാംസ്, ഏതാണ്ട് ഒരു 1.5 കപ്പോളം. കപ്പളവ് പറയുകയാണെങ്കിൽ 1.5 കപ്പ് വരെ ആകാം. അതും തീരെ ചെറുതായി മുറിക്കണം എന്നില്ല, ചെറിയ വട്ടത്തിന് ഇങ്ങനെ ഒരു ഉള്ളിയെ 2-3 പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതിയാകും. അപ്പോൾ അതൊന്നും വലിയൊരു ജോലിയേ അല്ല, എളുപ്പത്തിന് നമുക്ക് ചെയ്യാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യാനുസരണം ഉപ്പ്. ഇത് അവസാനം ചേർത്താലും മതി, കുറച്ച് കൂടുതൽ ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ അവസാനം കൂടുതൽ ചേർക്കുക, വേണമെന്നുള്ളത് ബാലൻസ്. ഈ കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കും. എത്രത്തോളം നമുക്കിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇതിനെ തിരുമ്മി യോജിപ്പിക്കും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല നാടൻ ചെറിയ ഉള്ളിന് കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നാടനായിരുന്നു. ഇപ്പം എല്ലാം എന്താ പറയുക, ചൈനീസ് എന്നൊക്കെയാണ് പറയുന്നത്, വരവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ ഉള്ളി ഏതാണ്ട് ചെറിയൊരു സവാളയുടെ വലിപ്പത്തിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ഉള്ളി 2-3 കഷ്ണങ്ങളായിട്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ച് മുറിച്ചിടുക. പണ്ടത്തെ ഒറിജിനൽ നാടൻ ചെറിയ ഉള്ളി ആണെങ്കിൽ അത് മുഴുവനെ ഇട്ടാലും മതി, അത്ര ചെറുതാണല്ലോ. അതുകൊണ്ടാണല്ലോ അതിന് ചെറിയ ഉള്ളി എന്ന് പേര് വന്നത്. ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഏതായാലും നമുക്ക് ചെറിയ ഉള്ളി അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ തിരുമുന്ന കൂട്ടത്തിൽ ഉള്ളിയെല്ലാം ഇങ്ങനെ കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇതളുകളായിട്ട് ഇളകി ചേരും. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ യോജിപ്പിക്കുക. ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഇത് കുറച്ചൊരു അരമണിക്കൂർ വെച്ചിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പുരട്ടി ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സമയക്കുറവുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നാടൻ കോഴിയാണ്, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് കുക്കറിലാക്കി 2-3 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരുപാട് സമയമില്ല, അരമണിക്കൂറൊന്നും ഇല്ല, എങ്കിലും ഒരു 15 മിനിറ്റൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാനുള്ള സമയമുണ്ട്. എന്തായാലും 15 മിനിറ്റ് കഴിയട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് മാറ്റും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ചമ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളുടെ മാറിനേഷന് വെച്ച കാര്യങ്ങളെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ഇപ്പോൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് സമയം കഴിഞ്ഞു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ കപ്പ വേവിക്കാനാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്, കുക്കറിലേക്ക് മാറ്റാം. ചിക്കനും അതിനോട് ഒപ്പം ചേർത്ത കാര്യങ്ങൾ, വേറെ കാര്യങ്ങളൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്, 250 ഗ്രാം ചെറിയ ഉള്ളി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിട്ടത്, പിന്നെന്താ ചെറുതായി അരിഞ്ഞ ചിക്കൻ, കറിവേപ്പില, വറ്റൽ മുളക് ഒരു 35 എണ്ണം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. അങ്ങനെ നാടൻ കോഴിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നാടൻ കോഴിയാണ്, അപ്പോൾ ഒരു കപ്പ് മുതൽ 1.5 കപ്പ് വരെ ആകും. ഒരല്പം ചാറ് നല്ലതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ 1 കപ്പ് വെള്ളം, 1 മുതൽ 1.5 കപ്പ് വരെ ആകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് പാത്രം അടയ്ക്കാം. ഇപ്പോൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ 1 കപ്പ് വെള്ളം മതി, നാടനാണെങ്കിൽ 1.5 വരെ ആകാം. ബ്രോയിലർ ആണെങ്കിൽ 1 തന്നെ വേണമെന്നില്ല, 1/2 കപ്പായാലും മതി. എന്തായാലും ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 2-3 വിസിൽ, ഇപ്പോൾ നാടൻ കോഴിയല്ലേ, ഒരു 3 വിസിൽ കേൾക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഇപ്പുറത്തെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കപ്പ ഈ രീതിയിലാണ് കൊത്തിയെടുക്കേണ്ടത്. തൊലി കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കുത്തി എടുക്കുക. ഇത് 1.5 കപ്പ് കപ്പയുണ്ട്. അപ്പോൾ ഒരുപാട് വെന്ത് കുഴയുന്ന കപ്പ നമുക്ക് വേണ്ട. 2 രീതിയിലാകാം. ഒരുപാട് വെന്ത് കുഴയുന്ന കപ്പയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് വല്ലാണ്ട് കുഴഞ്ഞിരിക്കും. പക്ഷേ വേഗണം എന്നാൽ കുഴയാൻ പാടില്ല. ആ ടൈപ്പ് കപ്പയായിരിക്കും ഇതിന് കൂടുതൽ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ കപ്പ പ്രത്യേകം വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചമ്പ ഒഴിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും വെള്ളം തിളച്ച് തുടങ്ങി. ഇതിലേക്ക് കപ്പയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ ചമ്പ ഇവിടെ റെഡി ആവാനായിട്ട് ഇങ്ങനെ കുക്കറിലാണ്. ഇനി ഏതാണ്ടൊരു 3-4 വിസിൽ കഴിയട്ടെ. നാടൻ കോഴിയാണ്, നല്ല വേഗട്ടെ. വെന്ത് അതിൻ്റെ ഫാറ്റ്, അതായത് അതിൻ്റെ കൊഴുപ്പും അതിൻ്റെ ചാറും എല്ലാം ഇറങ്ങി നല്ല സ്വാദുള്ളൊരു കുറച്ചൊരു ചാറും കിട്ടും. അപ്പോൾ കപ്പ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി ഒരു തിള വരുമ്പോൾ വെള്ളം ഊറ്റിയിട്ട് പുതിയ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പാകത്തിന് വേവിച്ച് കപ്പ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അത് കഴിയുമ്പോഴാണ് നമ്മളൊരു ചിക്കൻ ചമ്പയുടെ ഫൈനൽ സ്റ്റേജ് എത്തുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് ഒരു പകുതി വേഗമായി.
അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഊറ്റി മാറ്റി വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് വേകാറായി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിനോടൊപ്പം കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കപ്പയിൽ ഉപ്പില്ലെങ്കിൽ ഒരു സ്വാദം ഉണ്ടാവില്ല, ഉപ്പ് ഉള്ളിലേക്ക് പിടിക്കണം നന്നായിട്ട്. അപ്പോൾ ഇനി ഒരു തിളയും കൂടി തിളക്കട്ടെ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ട് കപ്പയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. അപ്പോൾ ഇത് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള കപ്പയല്ല നമുക്ക് വേണ്ടത്, ഇതായിരിക്കും കൂടുതൽ നല്ലത്. നന്നായിട്ട് വേകണം, പക്ഷെ ഒരുപാട് കുഴയാനും പാടില്ല. ഇത് 2 രീതിയിലാകാം. നന്നായിട്ട് വേകുന്ന കപ്പയാണെങ്കിലും ഓക്കെ, നന്നായിട്ട് വേകുന്ന കപ്പയാണെങ്കിൽ നന്നായിട്ട് വെന്തോട്ടെ, പക്ഷെ അത് നമുക്ക് മിക്സിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ചമ്പയുടെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കപ്പയായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ചമ്പ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ ചാറെല്ലാം ഇങ്ങനെ ഇറങ്ങി അതിലേക്ക് വരുന്നൊരു സീനുണ്ടാവും. അത് വേറൊരു രീതി. ഇതങ്ങനെയല്ല, ഇത് മറ്റൊരു രീതി. ഇത് ഈ ടൈപ്പ് കപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് ഒരു തിളയും കൂടി ആവട്ടെ. ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഒന്ന് തുറന്ന് നോക്കാം. ഒരു 6 വിസിൽ കിട്ടും. നാടനായതുകൊണ്ട് ഒരു 6 വിസിലായിക്കോട്ടെ. അപ്പോൾ ബ്രോയിലർ ആണെങ്കിൽ ഒരു 3 വിസിൽ മതി. ആഹാ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ചാറൊക്കെ ഇറങ്ങി അതിൻ്റെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി നല്ലൊരു മണം. ആഹാ, നല്ല നാടൻ മണം ഇങ്ങനെ റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമ്മുടെ കപ്പയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ചിക്കൻ ചമ്പ റെഡിയാവും. അടച്ചു തന്നെ വെക്കാം, അതിൻ്റെ ചൂട് പോകണ്ട. നല്ല ചൂടായിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ നമ്മുടെ കപ്പ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റാം. അങ്ങനെ നമ്മളുടെ കപ്പ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് തന്നെ കാണാൻ നല്ല രസമല്ലേ? ഇങ്ങനെ വേവിച്ച കപ്പ വെറുതെ കഴിക്കാനും ഭയങ്കര സ്വാദാണ്. ഒരു ലൈറ്റ് യെല്ലോ കളറിലെ കപ്പയും വേവിച്ചെടുത്തു. അപ്പോൾ ഇനി എന്താ വേണ്ടേ? ഇനി നമ്മളുടെ കപ്പ ഇവിടെ റെഡിയാണ്, നമ്മളുടെ ചിക്കനും റെഡിയാണ്. ഇനി ചിക്കൻ ചമ്പ ആയി മാറാൻ പോകുന്ന കാഴ്ചയാണ്. അടപ്പ് മാറ്റുന്നു. ഇനി ഇതിലേക്ക് കപ്പ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ മുതൽ 1.5 കിലോ വരെ ചേർക്കാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് കൂടുതൽ കപ്പ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ, അതല്ലാന്നുണ്ടെങ്കിൽ 1 കിലോ ആയാലും മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ചാറുണ്ടല്ലോ ചിക്കൻ്റെ അകത്ത്, അതും ഇതിൻ്റെ കൂടെ യോജിക്കും. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിലും ചെയ്യാം. ചിക്കൻ്റെ അളവ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 1.5 കിലോ 1.25 കിലോയുടെ കോഴിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 കിലോ സൈസൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് 1.5 കിലോ കപ്പ തന്നെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 അകത്തുള്ള കോഴിയാണെങ്കിൽ 1 കിലോ കപ്പ മതി. അപ്പം നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കുക. അങ്ങനെ എല്ലാം കൂടി യോജിച്ചു. ഇനി വേറൊന്നും ചേരില്ല. നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചമ്പായുടെ റെഡിയായി കഴിഞ്ഞു. നല്ല സ്വാദുള്ള അതിമനോഹരമായ ഒരു വിഭവമാണിത്. നല്ല മണവും രുചിയും ഇതിൽ ഒരു പാടുമില്ല. വളരെ നാടനായിട്ടുള്ള, എന്താ പറയുക, നമ്മുടെ ഒരു എത്തനിക്കായിട്ടുള്ളൊരു വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു ആധുനികമായ പാചക സംവിധാനങ്ങളിൽ വരുന്നതല്ല. വളരെ എന്താ പറയുക, നമുക്കൊരു പക്ഷേ പുറത്ത് അടുപ്പ് കൂട്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ആർക്കും ചെയ്യാൻ വേണമെങ്കിൽ ബാച്ചിലേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്വാദിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ്. പിന്നെ ഇത് ചിക്കൻ ചമ്പ എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ മറ്റ് ഇറച്ചികൾ, ഇപ്പോൾ എന്താ പറയുക, മട്ടൺ ആണെങ്കിൽ മട്ടൺ ചമ്പ ഉണ്ടാക്കാം, അതല്ല ബീഫാണെങ്കിൽ ബീഫ് ചമ്പ ഉണ്ടാക്കാം, ഇനി അതല്ല താറാവ് വേണമെങ്കിൽ താറാവ് ചമ്പ ഉണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെ നല്ല ഫാറ്റുള്ള, നല്ല കൊഴുപ്പുള്ള ഇറച്ചിയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം പോത്തിറച്ചിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട്
പോത്തിറച്ചി വെച്ചിട്ട് പോത്ത് ഇറച്ചി ചമ്പ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഇറച്ചിയോടാണ് ഇഷ്ടം അതും കപ്പയും കൂടെയുള്ളൊരു കോമ്പിനേഷൻ. എന്താ ഇത് തന്നെ ഇതിൻ്റെ ചാറ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റോക്കാണ്. അതിങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഓടുന്ന കാഴ്ച കണ്ടോ. അപ്പോൾ ആ കപ്പയിൽ ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് അതും ഇറച്ചിയും ആ ചാറും എല്ലാം കൂടി ചേർത്ത് കഴിച്ച് നോക്കൂ, എന്തൊരു സ്വാദായിരിക്കും എന്നറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അച്ചാർ. ഇതൊരു മുളക് അച്ചാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നോൺ വെജിറ്റേറിയൻ കപ്പയായിരുന്നു അല്ലേ. അപ്പോൾ ഇനി വെജിറ്റേറിയൻസ് എങ്ങനെ കപ്പ കഴിക്കും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ കാര്യം ഉണ്ടാക്കുന്നത്. പുഴുങ്ങിയ കപ്പയുടെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മളുടെ മുളകച്ചാർ. ഈ മുളകച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് 150 ഗ്രാം വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. ചെറിയ ഉള്ളി 150 ഗ്രാം വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. മുളക് പൊടി 1 ടീസ്പൂൺ. പുളി ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുക്കുക. വെള്ളം 1 കപ്പ്. കായപ്പൊടി 1/2 ടീസ്പൂൺ. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. കടുക് 1 ടീസ്പൂൺ. വറ്റൽമുളക് 2, 3, 4. കറിവേപ്പില ആവശ്യത്തിന്. പഞ്ചസാര 1 ടീസ്പൂൺ. ഇനി നമ്മളുടെ മുളക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല സ്പൈസി അച്ചാറാണ്, നല്ല എരിവുള്ള നല്ല പച്ചമുളകിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മാക്സിമം. എണ്ണ നല്ല ചൂടാകട്ടെ. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. സാധാരണ നമ്മൾ ചെയ്യുന്ന താളിക്കലാണ് ആദ്യം. അപ്പോൾ പുളി നമ്മൾ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് അരിച്ചു വയ്ക്കുക. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് കടുക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളക് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടട്ടെ. ഇനി കറിവേപ്പില കുറച്ച് മാറി നിന്നിടാം. 2 തണ്ട് കറിവേപ്പില. തീ അല്പം ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് പച്ചമുളക്, ചെറിയ ഉള്ളി 150 ഗ്രാം പച്ചമുളകും വട്ടത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വട്ടത്തിന് കനം കുറച്ച് മുറിച്ചത് 150 ഗ്രാം. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു, ഈക്വൽ ക്വാണ്ടിറ്റി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് വഴണ്ട് നിറം മാറി വരണം. എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ ഇച്ചിരി ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വരെ ആകാമെന്ന് പറഞ്ഞെങ്കിലും 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇതൊരു അച്ചാറല്ലേ. അപ്പോൾ ഇച്ചിരി എണ്ണ മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. എന്തായാലും നിറം ഒന്ന് മാറട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മുളകെല്ലാം പാകത്തിന് വഴണ്ടു. ചെറിയ ഉള്ളിയും വഴണ്ടിട്ടുണ്ട്. അപ്പം നിറം മാറാൻ തുടങ്ങുന്ന ഒരു പാകം. ഇത് ശരിക്കും വഴട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും നല്ലതായിട്ട് ചുമ വരും. കാര്യം മുളകിൻ്റെ ആ ഒരു എരിവ്, ആ കുത്തലിങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി വരും. സാരമില്ല, പക്ഷെ അതിൻ്റെ സ്വാദ് കാര്യം ആലോചിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എന്തായാലും ഇതൊരു മുളകിൻ്റെ എരിവൊക്കെ ധാരാളം ഉണ്ട്. എന്തിനാ ഈ മുളക് പൊടി എന്നല്ലേ, ചെറിയൊരു കളറിനാണ്, ഒരു ലൈറ്റ് ഒരു റെഡിഷ് കളറും കൂടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി പുളിവെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് കുറച്ചുകൂടി ഒന്ന് വറ്റണം. അപ്പോൾ ഏതാണ്ട് വെള്ളം വറ്റാറായി. അപ്പോൾ തീ ഒരല്പം കുറച്ചിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, കുറച്ച് കായപ്പൊടി, ഒരു 1/4 പിച്ചറൂടെ കായപ്പൊടി, മാക്സിമം അര തികച്ച് വേണ്ട എങ്കിലും. അതുപോലെ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവ 1/4 ടീസ്പൂൺ, അതും കൂടി ചേർക്കാം.
ഒരെണ്ണം ലേശം നല്ലൊരു മണം, അച്ചാറിൻ്റെ മണം വരണ്ടേ, കായോ ഉലുവയൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് വരുള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ് മുളകാണല്ലോ, ഒരല്പം ബാലൻസ് അതിൻ്റെ ഭയങ്കരമായ കുത്തൽ മാറാനായിട്ട് കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര. അങ്ങനെ നമ്മളുടെ സ്പൈസി മുളക് അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല എരിവും രുചിയും പുളിയൊക്കെ ഉള്ളൊരു അച്ചാറാണിത്. നല്ല വേഗുന്ന കപ്പയുടെ കൂടെ സൈഡിൽ വെച്ച് കഴിച്ചു നോക്കൂ, മുക്കി മുക്കി കഴിച്ചു നോക്കൂ, എന്തൊരു സ്വാദായിരിക്കും. കപ്പ മാത്രമല്ല, നല്ല പച്ച ചക്ക പുഴുങ്ങിയത്, ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനും നല്ലതായിരിക്കും. പിന്നെ ദോശയുടെ കൂടെ ഒരു ചട്നി പോലെ വേണമെങ്കിൽ കഴിക്കാം. ഇത് 2-3-4 ദിവസം ഇരുന്നാലും കേടാകില്ല. സൂക്ഷിച്ച് കുപ്പിയിലാക്കി വയ്ക്കുക, ആവശ്യാനുസരണം ഉപയോഗിക്കുക. ഇരിക്കുന്നതോറും അതിൻ്റെ സ്വാദ് കൂടും. അപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ കഴിക്കാൻ പറ്റിയൊരു അച്ചാറാണ്. നാളെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ രുചികരമായിരിക്കും. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും രുചി കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എളുപ്പത്തിൽ തന്നെ ഞാനൊരു അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞു. ഇതെന്താണ്? മുളക് അച്ചാർ, നല്ല എരിവുള്ള മുളക് അച്ചാർ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ നാടനായിട്ടുള്ള, നമുക്ക് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദേറിയൊരു വിഭവമായിരുന്നു. കപ്പയും ചിക്കനും ചേർന്ന് വന്ന ചിക്കൻ ചമ്പ. തീർച്ചയായിട്ടും പരീക്ഷിക്കാം. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണത്, നല്ല മുളകച്ചാറ്. കപ്പ മാത്രമല്ല, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആമിലൂടെ കാണാം.